ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ വീട്ടിലേക്ക് മാറി താമസം, ഇത്തരം സംഗതികളുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുവാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സഹോദരങ്ങളെ, പ്രത്യേകിച്ച് മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതൊരാളുടെയും ഒരു ആഗ്രഹമാണ് സ്വന്തമായൊരു വീട് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ വീടിൻ്റെ പ്ലാന്, അതുപോലെ തന്നെ അതിൻ്റെ രൂപകൽപ്പന, അതിൻ്റെ മറ്റുള്ള സംഗതികൾ, ഇതൊക്കെ നിരന്തരമായി ചർച്ച ചെയ്തും അന്വേഷിച്ചും നല്ല ആർക്കിടെക്റ്റുകളെയും എൻജിനീയർമാരെയൊക്കെ സമീപിച്ചുകൊണ്ടൊക്കെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുസ്ലിങ്ങളാണ്. അള്ളാഹുവിനോട് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും കണക്ക് പറയേണ്ടവരാണ് എന്നുള്ള ഒരു ബോധത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ്. സമൂഹത്തിൽ പല ആളുകളും പല രൂപത്തിലും പലതും ചെയ്യുന്നുണ്ട്. അത്തരം പ്രവണതകൾ കണ്ടുകൊണ്ട് നമ്മളും അതുപോലെ ആകാൻ വേണ്ടി പറ്റുമോ? ഇല്ല. കാരണം ഇത് ഭൗതിക ജീവിതം എന്ന് പറയുന്നത്, ഈ ദുനിയവിയായ ജീവിതം എന്ന് പറയുന്നത് ഒരു പരീക്ഷണത്തിൻ്റെ ഘട്ടമാണ്. ഈ ലോകത്ത് നമ്മൾ ശരിയായ രൂപത്തിലല്ല മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിന് അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. സഹോദരങ്ങളെ, ചുരുക്കത്തിൽ പറയുവാനുള്ളത് ഏതാനും കാര്യങ്ങളാണ്. ഒരു വീട് നിർമ്മാണ ഘട്ടത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അതൊന്നും തന്നെ ഒരു മുസൽമാൻ ഒരിക്കലും യോജിക്കാൻ കഴിയാത്തതാണ്. ഈ വിഷയത്തിൽ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു രംഗത്തും പണം അനാവശ്യമായിട്ട്, പണവും അതുപോലെ തന്നെ മറ്റുള്ള വസ്തുക്കളുമൊക്കെ അനാവശ്യമായിട്ട് ദുർവിനിയോഗം നടത്തുന്ന അവസ്ഥ ഉണ്ടല്ലോ, ദുർവ്യയം ചെയ്യുക എന്നുള്ളത്, അത് ഗുരുതരമായി തെറ്റാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. പലപ്പോഴും ഇതൊക്കെ നമ്മൾ പറയാറുണ്ട് എങ്കിൽ പോലും ഇന്ന് പല സംഗതികളിലും ദുർവ്യയം ചെയ്യുന്ന കാര്യത്തിൽ മുസ്ലിം സമൂഹം മുന്നിലാണോ എന്ന് സംശയിക്കാണ്. പരിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി, വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനു ശയാത്തീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ. നിങ്ങൾ അമിത വ്യയം ചെയ്യരുത് എന്നുള്ളതാ. അനർഹമായ കാര്യത്തിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾ, ആ ആളുകളെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കുക, അവർ പിശാച്ചിൻ്റെ സഹോദരങ്ങളാണെന്നാണ്. വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ. പിശാച്ചാകട്ടെ തൻ്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. അപ്പം അതുകൊണ്ട് ഒരു പൈശാചികമായിട്ടുള്ള സ്വഭാവമാണ്, പ്രവർത്തനമാണ് അർഹതയില്ലാത്ത, അനർഹമായ, അനാവശ്യമായിട്ടുള്ള സംഗതികൾക്ക് പണം ചെലവഴിക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ, എത്ര ആളുകളാണ് ഭാര്യയും ഭർത്താവും, ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടി, അല്ലെങ്കിൽ ഒരു ചെറിയ കുടുംബം, ന്യൂക്ലിയർ കുടുംബം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള കുടുംബത്തിന് വേണ്ടിയിട്ട് വളരെ വളരെ വിശാലമായിട്ടുള്ള അമ്പരചുംബികളായിട്ടുള്ള ബംഗ്ലാവുകൾ പണിത് കോടികൾ, ലക്ഷക്കണക്കിന് രൂപകൾ ചെലവഴിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ചിന്തിക്കേണ്ടതുണ്ട്. ഇത് ഇങ്ങനെ ഈ വീടുകൾ നിർമ്മിക്കുക മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിലൊരു വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില വീടുകളുടെയൊക്കെ മോഡൽ, അത് വീടാണോ എന്ന് നമുക്ക് സംശയം തോന്നും. കാരണം എന്താ, അത് ചിലപ്പോൾ ട്രെയിനിൻ്റെ മോഡലോ പ്ലെയിനിൻ്റെ മോഡലോ, അതല്ലെങ്കിൽ അങ്ങനെ പണം കൊണ്ട് പൊടിക്കാണ്. ചില ആളുകൾ അമ്പലങ്ങളുടെ, ക്ഷേത്രങ്ങളുടെ, അത് ക്ഷേത്രത്തിൻ്റെ കെട്ടും മട്ടിലൊക്കെ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു പുരാതനമായിട്ടുള്ള പൈതൃകത്തെ ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, അമ്പലത്തിൻ്റെ മോഡൽ മാത്രമല്ല, അതുപോലെ തന്നെ ഈ ചില ആളുകൾ ഈ വീടിന് മുന്നിലൊക്കെ വെക്കുന്ന, അല്ലെങ്കിൽ വീടിൻ്റെ മുകളിലൊക്കെ വെക്കുന്ന ചില സംഭവങ്ങൾ, ഭദ്രകാളി, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഹൈന്ദവ ആരാധനാ മൂർത്തികളുടെ ചില രൂപഭാവങ്ങളോട് സാദൃശ്യം തോന്നിക്കുന്ന വിധത്തിലുള്ള രൂപകൽപ്പനകളൊക്കെ നടത്തിക്കൊണ്ടാണ് വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരു സൂചന പറഞ്ഞു എന്ന് മാത്രം. വളരെ വിശാലമായിട്ട് ഈ കാര്യങ്ങളെ നിങ്ങൾ ചിന്തിക്കുകയും അറിയുകയും ചെയ്യുക. എന്തിനാണ് ഇങ്ങനെ നമ്മൾ പണം ചെലവഴിക്കേണ്ടത്? ഇത് വളരെ തെറ്റായ കാര്യമാണല്ലോ, ഒരു സംശയവും വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് അത്തരം തിന്മകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലതത്തബിഉന്ന സനന മൻ ഖബലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഅ ഹത്താ ലൗ സലകൂ ജുഹറ ലബ്ബിൻ ലസലക്തുമു ഖുൽനാ യാ റസൂലല്ലാഹ് അൽ യഹൂദ വൻ നസ്വാറ ഖാല ഫമൻ റവാഹുൽ ബുഖാരി. ഇമാം ബുഖാരി 3456 നമ്പറായിട്ട് കൊടുക്കുന്ന ഒരു വചനമാണ്. അപ്പോൾ ഈ വചനത്തിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, മറ്റുള്ള മതവിഭാഗങ്ങളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. അവർ ഉടുമ്പിൻ്റെ മാളത്തിൽ പ്രവേശിച്ചാൽ നിങ്ങളും പ്രവേശിക്കുമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അന്യ മതസമൂഹങ്ങളെ അവരുടെ ഭാഷ, വേഷം, ആചാരം, അനുഷ്ഠാനം, സംസ്കാരം ഇതൊക്കെ അപ്പടി പുലുകാനുള്ള, അല്ലെങ്കിൽ പാശ്ചാത്യ ലോകത്തിൻ്റെ സംസ്കാരം പുലുകാനുള്ള ആ ഒരു പ്രവണത ആളുകൾക്കിടയിൽ ഉണ്ടാകും. അത് തെറ്റാണ്, തിരുത്തണം, അത് അനുവദിച്ചുകൂടാ എന്നുള്ളതാണ്. അപ്പോൾ ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ, ഒരു പരലോക വിശ്വാസി, ഒരു സത്യവിശ്വാസി എന്ന് പറയുമ്പോൾ അവൻ്റെ നടത്തം, ഇരുത്തം, കിടത്തം, ഇത് മാത്രമല്ല അവൻ്റെ വീട്, അതൊക്കെ അത് നിർമ്മാണ വേളയിലൊക്കെ വളരെ സൂക്ഷ്മത പുലർത്തണം. നിൻ്റെ കയ്യിലുള്ള പണം ഇന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട്, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നിൻ്റെ കയ്യിലുണ്ട്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ആ പണം പോകുമോ, നഷ്ടപ്പെടുമോ എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് മാത്രമാണ് ആ കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ ഓർക്കേണ്ടത്. മഹാനായ ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിൻ്റെ സുനനിൽ 4031 നമ്പറായിട്ട് കൊടുക്കുന്നൊരു വചനമുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ നിവേദനം ചെയ്യുകയാണ്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു ജനതയോട് സദൃശ്യമായി കഴിഞ്ഞാൽ അവൻ അവരിൽപ്പെട്ടവനാകുന്നു എന്നുള്ള, അതും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു വചനമാകുന്നു എന്നാണ് ഉണർത്തുവാനുള്ളത്. അതായത് ഒരു ജനതയോട് സദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനായി ഗണിക്കപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ തത്വം. അപ്പോൾ നമ്മൾ വീട് നിർമ്മാണത്തിൻ്റെ വീടിൻ്റെ ആകൃതി അത് മാത്രമാണ് നമ്മളിപ്പോൾ സൂചിപ്പിച്ചത്. എന്തെല്ലാം പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കറിയുമോ പ്രിയമുള്ളവരെ? 5 നേരം നമസ്കരിക്കുന്ന, റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്ന ചില സഹോദരങ്ങൾ വീട് നിർമ്മാണത്തിന്, വീടിന് സ്ഥലം നോക്കാൻ വേണ്ടിയിട്ട് അവിടെ കഞ്ഞിമൂലയുണ്ടോ, പിശാച്ച് വരുന്ന സ്ഥലമാണോ, അവിടെ ദോഷമുള്ള സ്ഥലമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പണിക്കന്മാരും ജ്യോത്സ്യന്മാരും ഒക്കെ ആയിട്ടുള്ള മന്ത്രവാദങ്ങൾ ചെയ്യുന്ന ആളുകൾ വളരെ വിദൂരത്ത് നിന്ന് ഇന്നോവ എടുത്ത് കൊണ്ടുവന്ന് അവർക്ക് ദക്ഷിണ കൊടുത്ത് അവരെ ആദരവും ബഹുമാനവും നൽകിക്കൊണ്ട് അവരോട് വീടിന് സ്ഥലം കാണിക്കുകയും കുറ്റിയടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ ദുഃഖകരമായിട്ടുള്ള സന്ദർഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ തിരുത്താൻ ജനങ്ങൾ തയ്യാറാകണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഇങ്ങനെ വീടിന് പണി ആരംഭിക്കാതെ മുഹറം മാസത്തിൽ പറ്റുകയില്ല, മുഹറത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ പറ്റുകയില്ല എന്നുള്ള ഒരു വിശ്വാസം ഇപ്പോഴും പല ആളുകൾക്ക് ഇടയിലുണ്ട്. വീടിൻ്റെ നിർമ്മാണാരംഭം മാത്രമല്ല, അതിൻ്റെ കട്ടിൽ വെക്കലാകട്ടെ, വീടുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളൊന്നും തന്നെ ആ മുഹറത്തിൻ്റെ ആദ്യ 10 ദിവസങ്ങൾ പറ്റുകയില്ല എന്നാണ്. അതുപോലെ വീട് പണി പൂർത്തിയായി എന്ന് വിചാരിക്കുക, ഇപ്പോൾ റമദാനിൽ പൂർത്തിയായി, പക്ഷേ പെരുന്നാളിന് അവർ മാറി താമസം നടത്തൂല, ഹൗസ് വാമിങ് നടത്തൂല. പിന്നെ എപ്പോഴാണ് അത്? റബീഉൽ അവ്വലിൽ, നബി ജനിച്ച റബീഉൽ അവ്വൽ മാസം, ആ മാസത്തിൽ പിന്നെ അതിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ മാറി താമസം നടത്തി കഴിഞ്ഞാൽ അവിടെ ഹൈറും ബർക്കത്തും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകും, ആ കുടുംബത്തിന് നന്മയുണ്ടാകും എന്നുള്ള വിശ്വാസമാണ്. ഒട്ടേറെ കുടുംബങ്ങൾ അങ്ങനെ ഉണ്ട്. എന്നിട്ട് 4-5 മാസമൊക്കെ വാടകയ്ക്ക് താമസിക്കുകയാണ്. എന്തിന്? വീടിൻ്റെ പണി പൂർത്തിയായി ഇതിൻ്റെ താക്കോല് കിട്ടിയാലും അങ്ങോട്ട് മാറി താമസിക്കാതെ ആളുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര അബദ്ധമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ വീട്, സുബ്ഹാനല്ലാഹ്, വീട് കുറ്റിയടിക്കുമ്പോൾ അതിനുള്ള പിന്നെ ജ്യോത്സ്യന്മാരെ കൊണ്ടുവരുന്ന കാര്യം പറയണ്ടായി. എന്ന് മാത്രമല്ല, ഇതിൻ്റെ കല്ലിൻ്റെ അടിയിൽ സ്വർണ്ണമിടുന്ന ആളുകൾ, അതുപോലെ തന്നെ അതുപോലെ വിദൂര അജ്മീറിൽ നിന്ന് കൊണ്ടുവരുന്ന കല്ല്, മദീനത്ത് നിന്ന് കൊണ്ടുവരുന്ന കല്ല് ഒക്കെ ഈ ഫൗണ്ടേഷൻ്റെ താഴെ ഇടുന്ന ആളുകളുണ്ട്, ബറക്കത്തിന് വേണ്ടിയിട്ട്, എന്തോ നന്മക്കൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ കുറ്റിയടിക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിയാക്കന്മാരെ കൊണ്ടുവന്ന് പ്രത്യേകം പണം കൊടുത്ത് ദുആ ചെയ്യിപ്പിക്കുന്ന ആളുകളുണ്ട്. ഇതൊന്നും ഇസ്ലാമികമല്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു ആചാരവും അനുഷ്ഠാനവും സമ്പ്രദായവും ഇല്ല.
അതൊക്കെ ശുദ്ധമായിട്ടുള്ള ഇസ്ലാമിക വിരുദ്ധമായ കാര്യമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ കുടുംബത്തിൽ അല്ല ആരാണോ വീടിൻ്റെ ഉടമസ്ഥൻ, ആരാണോ നിർമ്മിക്കുന്നത്, അദ്ദേഹം ആ കുറ്റിയടിച്ചാൽ മതി, അല്ലെങ്കിൽ ആ ജോലിക്കാരൻ കുറ്റിയടിച്ചാൽ മതി, അല്ലെങ്കിൽ തൻ്റെ പിതാവോ വീട്ടിലെ മുതിർന്ന ആളോ അദ്ദേഹത്തോടുള്ള ഒരു ആദരവ് എന്നുള്ള നിലയ്ക്ക്, അതല്ലാതെ ഒരു പുരോഹിതൻ്റെ ആവശ്യം അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ കട്ടിള വെക്കൽ, അതുപോലെ തന്നെ ഈ ഹൗസ് വാമിങ്, സുബ്ഹാനല്ലാഹ്, പാല് കാച്ചൽ എന്നാ ചില ആളുകൾ പറയുക. പാല് തിളച്ച് മറിയണം. എന്തിനാണ് പാല് തിളച്ച് മറിയുന്നത്? അത് ഏതോ ഹൈന്ദവ ആരാധനാമൂർത്തിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പാല് തിളച്ചാൽ പോരാ, തിളച്ച് മറിയണം എന്നുള്ളതാണ് പാല് കാച്ചൽ ചടങ്ങ് എന്ന് നിങ്ങൾ കേട്ടില്ലേ? എന്നിട്ട് അതൊക്കെ ചെയ്യുന്ന മുസ്ലിം സഹോദരങ്ങൾ അവരാ ഖുർആനിൻ്റെ അനുയായികളാണെന്ന് എങ്ങനെ പറയും? ചിന്താശൂന്യരായിട്ടുള്ള, ബുദ്ധി ഉപയോഗിക്കാത്ത, മൃഗതുല്യമായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കഠിനമായി വിമർശിക്കൽ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആരെങ്കിലുമൊക്കെ പാല് കാച്ചൽ നടത്തിയാൽ നമ്മളും പാല് കാച്ചൽ നടത്തണോ? നമുക്കങ്ങനെ മാതൃക പരിശുദ്ധ ഖുർആനോ സഹിയായ തിരുസുന്നത്തോ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. എന്ന് മാത്രമല്ല, ചില ആളുകൾ സുബഹിക്ക് തന്നെ നടത്തും. അങ്ങനെ സുബഹിക്ക് തന്നെ നടത്തിയ ഒരു അപ്പോൾ എന്നിട്ട് ആ വീട്ടിൽ ജമാഅത്ത് പള്ളിയിലല്ലേ നടത്തേണ്ടത്? അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് മൗലൂദും കുതുബിയത്തൊക്കെ നടത്തുന്ന പ്രവണതകൾ ഉണ്ട്. അതൊക്കെ അത് ഗുരുതരമായ തെറ്റാണ്. അത് ഹൗസ് വാമിങ്ങിനോടനുബന്ധിച്ചും അല്ലാത്ത സന്ദർഭത്തിലും ഏത് സന്ദർഭത്തിലും മങ്കൂസ് മൗലൂദ് നടത്തിയാലും മറ്റുള്ള മൗലൂദുകൾ നടത്തിയാലും ഖുതുബിയത്ത് നടത്തിയാലും അതൊക്കെ ഗുരുതരമായ തെറ്റാണ്, ശക്തമായിട്ട് എതിർക്കപ്പെടേണ്ടതാണ് എന്നാണ് ഉണർത്തുവാനുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പണം ചെലവഴിക്കുമ്പോൾ അത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമാണെന്ന് ഓർത്തുകൊണ്ട് അത് അനാവശ്യമായിട്ട് അമ്പലം മോഡലിൽ വീടുണ്ടാക്കുക, അതുപോലെ തന്നെ ഒരു ഇസ്ലാമിക സംസ്കാരത്തിന് വിരുദ്ധമായ രൂപത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള ഷേപ്പോടുകൂടെ രൂപകൽപ്പനയോടുകൂടെ വീടൊക്കെ നിർമ്മിക്കുക എന്നൊക്കെ ഉള്ളത് ഗുരുതരമായിട്ടുള്ള തിന്മയാണെന്നതിൽ സംശയമല്ല. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം. നമുക്ക് നമ്മളെ വീട് നിർമ്മിക്കുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിന് ഇരിക്കാനും കിടക്കാനൊക്കെ പറ്റുന്ന, അത്യാവശ്യം കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന, അങ്ങനെ പ്രകൃതിപരമായ അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു നല്ലൊരു വീടായിരിക്കണം. അത്രയേ ഉള്ളൂ. അതല്ലാതെ ഏതെങ്കിലും മതജനവിഭാഗങ്ങളുടെ വിശ്വാസ ആചാരങ്ങൾ പുലുകി അത് അനുകരിച്ചുകൊണ്ട് അവരുടെ സമ്പ്രദായങ്ങൾ പുലുകിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഒരു മുസൽമാൻ ഒരിക്കലും ചേർന്നതല്ല. അത് വലിയ തെറ്റാണ്, അന്ധവിശ്വാസം എന്ന് മാത്രം പോരാ. അതിനെക്കുറിച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം, അതുപോലെ തന്നെ ഈ അന്യ മതവിഭാഗങ്ങളുടെ സംസ്കാരം സ്വീകരിക്കുക എന്നുള്ള പ്രശ്നം, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് അതിന് വിട്ടു നിൽക്കണമെന്നാണ് ഉണർത്തുവാനുള്ളത്. അള്ളാഹു നന്മ ചെയ്ത് മുന്നോട്ട് പോകുവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. വസ്സല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.